ഷാജി, ഇനി അറിയേണ്ടത് ശ്രീ എൻ ഷാജി, ഈ മടങ്ങി വരവിൽ ഇപ്പോൾ ആശങ്കയുടെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ ഉണ്ടാകേണ്ടതായിരുന്നു എന്ന് നമ്പി നാരായണൻ സാർ പറഞ്ഞു. പക്ഷേ എങ്കിലും ഈ മടങ്ങി വരവിൽ ചില വെല്ലുവിളികളുണ്ടല്ലോ, ചലഞ്ചസ് ഉണ്ടല്ലോ. ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ഈ വെല്ലുവിളികളുള്ളത്? എവിടെയൊക്കെയാണ് നമ്മൾ ഓരോ ഘട്ടം തരണം ചെയ്യുമ്പോഴും സുരക്ഷിതമായി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഏത് സമയത്തായിരിക്കും? ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഇത്തരം സംഗതികൾ ചെയ്യുന്നത്. പലവട്ടം റഷ്യയും അമേരിക്കയും ചൈനയൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിൽ ഏർപ്പെട്ടിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർക്കും എഞ്ചിനീയർമാർക്കും വലിയ ആശങ്ക ഉണ്ടാവില്ല. അതേസമയം വളരെ കരുതലോടുകൂടിയായിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ തിരിച്ചു വരുന്നതിൽ ഓരോ ഘട്ടവും പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ ഘട്ടം അതിൽ നിന്ന് വിട്ടുപോരുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഓർബിറ്റിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ഭൂമിയിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭം സാധാരണഗതിയിൽ റിസ്കി ആയിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ സാങ്കേതികവിദ്യകൾ വികസിപ്പിച്ചപ്പോൾ അതിനെക്കുറിച്ച് പേടിയുണ്ടാവില്ല എന്ന് തോന്നുന്നു. അതേപോലെ താഴെ സ്പ്ലാഷ് ചെയ്യുമ്പോഴും കാലാവസ്ഥയൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഒരു സിസ്റ്റം ഫെയിൽ ചെയ്തില്ലെങ്കിൽ അതിന് പകരമുള്ള മറ്റ് സിസ്റ്റങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കണം. അപ്പോൾ അത്ര വലിയ ആശങ്കയ്ക്ക് കാര്യമില്ല. അല്ല ഷാജി സാർ, ഞാൻ കേട്ടത് ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന്റെ കരവലയത്തിലേക്ക് സ്പർശിക്കുന്ന ആ നിമിഷം, ആ ഘട്ടം, അതിൻ്റെ വികർഷണം, അതിൻ്റെ ഫ്രിക്ഷൻ, അത് മാനേജ് ചെയ്യുക എന്നത് ഈ മടക്ക ദൗത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് എന്നാണ്. അതിൽ ആശങ്കയുടെ ആവശ്യമുണ്ടോ ഷാജി സാർ? ഞാനൊന്ന് ചെറിയൊരു കറക്ഷൻ നടത്തിക്കോട്ടെ. അതായത് ഈ ഗുരുത്വവലയം ഭേദിച്ചൊന്നും സ്പേസ് സ്റ്റേഷൻ പോകുന്നില്ല. കാരണം ഭൂമിയുടെ വലിപ്പം ഏതാണ്ട് ഒരു 12,000 കിലോമീറ്റർ വരും അതിൻ്റെ ഒരു വ്യാസം എന്ന് പറയുന്നത്. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ISS നിൽക്കുന്ന ഒരു 400-420 കിലോമീറ്റർ എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് അധികം അകലെയൊന്നുമല്ല. അതുകൊണ്ട് ഗുരുത്വബലത്തിൽ നമ്മൾ അനുഭവിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായുള്ള ബലമല്ല ISS ഉള്ളത്. പിന്നെയുള്ള വ്യത്യാസം അത് ഓർബിറ്റ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് പോലെയാണ്. അതൊരു ഫ്രീ ഫോളിലാണെന്നാണ് സാങ്കേതികമായിട്ട് പറയുക. അപ്പോൾ ഗുരുത്വം അവിടെ ഫീൽ ചെയ്യുന്നില്ലെന്നുള്ളൂ അല്ലെ യാത്രികർക്ക്. പക്ഷേ അവിടെ ഭൂമിയിലുള്ളതിന് കുറച്ച് കുറവ് ഗുരുത്വാകർഷണമുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ഗുരുത്വാകർഷണ കേന്ദ്രത്തിലേക്ക് കയറുന്നുണ്ടാവുന്നില്ല അവിടെ. പക്ഷേ ഇപ്പോൾ ISS നിൽക്കുന്ന സ്ഥലത്ത് ഫ്രിക്ഷൻ ഉണ്ട്, പക്ഷേ വളരെ വളരെ കുറവാണ്. അത് നോക്കുമ്പോൾ ഫ്രിക്ഷൻ കുറേശ്ശെ കൂടി വരും. അന്തരീക്ഷത്തിലേക്ക് അടുക്കുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാവും. പക്ഷേ ഒരു തരത്തിൽ നല്ലതുമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാരച്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ സ്ലോ ഡൗൺ ചെയ്യുന്നത്. പാരച്യൂട്ട് പ്രവർത്തിക്കുന്നത് ഈ എയർ കൊണ്ടുണ്ടാകുന്ന ഒരു തരത്തിൽ പറഞ്ഞ ഫ്രിക്ഷൻ്റെ പ്രയോജനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അതൊരു ഈ അന്തരീക്ഷം നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ചന്ദ്രനെ കൊണ്ട് ഇറക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ചൊവ്വയിലൊക്കെ ആകുമ്പോൾ വളരെ വലിയ പാരച്യൂട്ടുകൾ വേണം. അപ്പോൾ ഇവിടെ അത് പ്രയോജനപ്പെടുത്തിയാണ് നമ്മളതിനെ സ്പീഡ് കുറച്ച് വരുന്നതാണ്. ഇപ്പോൾ ഒരു മണിക്കൂറിൽ 10-28,000 കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേതാണ്ട് സീറോ സ്പീഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ റോക്കറ്റുകൾ ഉപയോഗിക്കും. അതുകൂടാതെ പാരച്യൂട്ടുകൾ ഉപയോഗിക്കുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുന്നത് ഈ വായുവിൻ്റെ ബലം തന്നെയാണ്, വായുവിൻ്റെ സമ്മർദ്ദം തന്നെയാണ്. അപ്പോൾ അത് അത്ര ഒരു പ്രശ്നമുള്ള സംഗതിയല്ല. ഫ്രിക്ഷൻ എന്തായാലും ഉണ്ട്, അതുകൊണ്ട് ചൂടുണ്ടാവും. അതിന് ഷാജി സാർ, അതൊരു എന്നെ സംബന്ധിച്ചൊരു പുതിയ അറിവാണ്. ഞാൻ കരുതിയിരുന്നത് തീർത്തും ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിന് പുറത്താണ് ഈ ആസ്ട്രോനോട്ട്സ്, ഇവർ ബഹിരാകാശ യാത്രികർ, അവർ ഒഴുകി നടക്കുന്നത് കാണുമ്പോൾ ഒട്ടും തന്നെ ഭൂമിയുടെ ആകർഷണ വലയത്തിലല്ല അവർ എന്ന ഒരു, താങ്കൾ പറഞ്ഞതനുസരിച്ചാണ്, ഒരു തെറ്റിദ്ധാരണയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഗുരുത്വവലയത്തിൽ നിന്ന് പൂർണ്ണമായി ഭേദിച്ച് പുറത്ത് കടന്നിട്ടില്ല. 400 കിലോമീറ്റർ എന്ന് പറയുന്നത് ആ അളവിൽ അത്ര വലിയൊരു ദൂരമല്ല എന്ന് താങ്കൾ പറഞ്ഞു. അതൊരു പുതിയ അറിവാണ് എന്നെ സംബന്ധിച്ച്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ സോളാർ പാനലുകൾ അടങ്ങിയ ഈ ട്രങ്ക് എന്ന പോർഷൻ, അത് പുലർച്ചെ ഇന്ത്യൻ സമയം 2:36 വേർപെടുമെന്നും 2:41 എഞ്ചിൻ്റെ ജ്വലനം ഉണ്ടാവുക എന്നും ആണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്. അത് ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണോ? അവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള നമ്മൾ ആശങ്കപ്പെടേണ്ടതായ എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടോ ഷാജി സാർ? അല്ല, ഇതിലൊക്കെ ഓരോ സന്ദർഭത്തിലും പലതരം ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യണം. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഉള്ള സിസ്റ്റത്തിലൊക്കെ എല്ലാം തന്നെ ഓട്ടോണമസ് ആയിട്ടാണ് ചെയ്യുന്നത്. സ്പേസ് എക്സിൻ്റെ ഡിസൈനിൽ എല്ലാം തന്നെ ഓട്ടോണമസ് ആണ്. അപ്പോൾ അത് ഒരു മനുഷ്യനാണ് നിയന്ത്രിക്കണമെങ്കിൽ അയാൾക്ക് ഒരു ശ്രദ്ധക്കുറവ് വരാമെന്നോ ഓർമ്മക്കുറവ് വരാമെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം. പക്ഷേ ഇത് യന്ത്രങ്ങൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്.
ഭൂമിയിൽ വെച്ച് ഒരുപാട് സിമുലേഷൻ ടെസ്റ്റ് നടത്തിയതിന് ശേഷമായിരിക്കണം ഇത്തരം സംഗതികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു അബദ്ധം പറ്റുക എന്നുള്ളത് സാധ്യത തീരെയില്ല. മാത്രമല്ല ഇപ്പോൾ ഒരുപാട് തരം സെൻസേഴ്സ് അവൈലബിൾ ആണ്. അതെല്ലാം വെച്ച് ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇത് ചെയ്യുന്നത്. ഈ ശരിക്കുള്ള അന്തരീക്ഷത്തിൽ കടക്കുന്നതിന് മുമ്പ് അവിടെ ഫ്രിക്ഷൻ പ്രയോജനപ്പെടില്ല. അപ്പോൾ അവിടെ റോക്കറ്റ് വെച്ച് തന്നെ നമ്മൾ സ്പീഡ് കുറയ്ക്കേണ്ടി വരും. അതിനുശേഷമായിരിക്കും ഈ പാരച്യൂട്ട് പോലെ സംഗതികൾ പ്രവർത്തിപ്പിക്കുക. അപ്പോൾ ഇതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ടെക്നോളജിയാണ്. പക്ഷേ ഇതൊക്കെ അടുത്ത കാലത്ത് ഉണ്ടാക്കിയതല്ല. ഇപ്പോൾ മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ചതൊക്കെ എത്രയോ വർഷം മുമ്പാണ്. 1969 മുതൽ 72 വരെയായിട്ട് കുറേ പേര് മനുഷ്യനെ ചന്ദ്രനിലെത്തിയും തിരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും അന്നേ തന്നെ ഈ ഇത്തരം ടെക്നോളജികൾ നമുക്കുണ്ട്. അപ്പോൾ എത്ര വർഷമായി? ഒരു 10-50 വർഷം കഴിഞ്ഞില്ലേ? അപ്പോൾ അതങ്ങനെ ആ അർത്ഥത്തിലാണ് പറയുന്നത്. പേടിക്കാനുള്ള സംഗതിയില്ല, ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ശരി ഷാജി സാർ, നമുക്ക്